ഇഷ്ടത്തിനാണ് അവൻ കിടക്കണത് കേട്ടോ. അവൻ തുണി ഇട്ട് കൊടുത്താലും അവൻ അതിനെ കടിച്ച് കളിയാണ്. കളി കഴിഞ്ഞിട്ട് പിന്നെ അവന് തണുപ്പ് ഉണ്ട് കിടക്കുമ്പോൾ, പക്ഷെ അവൻ തറയിലൊക്കെ തന്നെ പഴയതുപോലെ കിടക്കുന്നത്. ബാത്റൂമിൽ പോവാൻ പോവുകയാണ് അല്ലേടാ. ഇവൻ തറയിൽ കിടക്കണ കാണുമ്പോൾ എനിക്ക് പാവം തോന്നിയിട്ടാണ് മെത്തേരെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കെട്ടിയിരുന്നത്. അപ്പോൾ കുറച്ചു നേരം അങ്ങനെ അങ്ങ് കിടക്കും. പൂച്ചയെ കണ്ടിട്ടുള്ള കുശുമ്പാണ് അവന്. ഇവിടെ പോവാടാ. നല്ല തണുപ്പ്, പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ അവനെയും കൊണ്ട്. അയ്യോ വെട്ടമില്ലല്ലോ. എവിടെയാടാ പോകുന്നത്? ഒരു സംഭവം ഉണ്ട്, അവിടെ പൂച്ച ഇരിക്കുന്നത് കണ്ടോ. ഇവ അത് പൂച്ചയുടെ മണം അടിച്ചിട്ടാണ് ആ ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കിയത്, പക്ഷെ കണ്ടില്ല. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾ കളിക്കണുണ്ട്. അവ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു. ബോൾ കളിക്കുന്നത് കണ്ടിട്ട് എവൻ്റെ ബോളാണോ എന്ന് സംശയമുണ്ട്. അവന് കുട്ടികൾ കളിക്കുന്നത് കണ്ടിട്ട് വരത്തില്ല കേട്ടാ. എടാ വാ ഇങ്ങോട്ട്. എടാ കുശുമ്പ, അത് നിന്റെ ബോൾ വെച്ച് കളിക്കണതല്ല, അത് അവര് കളിക്കുന്നത് കേട്ടാ. വീട്ടിൽ വന്നിട്ട് ഇവൻ ആദ്യം തപ്പിയത് ഇവൻ്റെ ബോളായിരുന്നു കേട്ടോ. ആ കുട്ടികൾ കളിക്കണ കണ്ടിട്ടേ ഇവൻ അപ്പം അത്രത്തോളം കുശുമ്പനാണെന്ന് മനസ്സിലായി. അതും ബോൾ എവിടെ കിടക്കണം ഇവനല്ലേ അറിയാം, ഇവനല്ലേ കളിക്കുന്നത്. അതുകൊണ്ട് ഇവൻ വന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന പാടെ ഞാൻ നോക്കിയപ്പോൾ സൗണ്ട് കേട്ട് പുറത്ത് വന്നപ്പം ബോൾ കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവൻ അത്ര ഓർമ്മയുണ്ട്. അവിടെ നിന്ന് വന്ന പാടെ വീണ്ടും ഞാൻ കുറച്ച് ദൂരമൊക്കെ ബാത്റൂമിൽ കൊണ്ടുപോയി കേട്ടോ. അവൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. തുണിയൊന്നും ഈ പറയും പോലെയൊന്നും മൂടിയാലൊന്നും അവൻ മൂടിയൊന്നും കിടക്കത്തില്ല. പിന്നെ ഞാൻ ഇന്ന് നാമത്തിന് വൈകുന്നേരം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു കഷ്ണം കേക്ക് ഞാൻ കഴിച്ചിട്ടൊരു പകുതി എൻ്റെ കൈക്കകത്ത് വെച്ചിരുന്നു. എൻ്റെ ഗുണ്ടപ്പൻ ഓർത്തപ്പോൾ ഇവിടെ കൊണ്ട് കൊടുത്തപ്പോൾ അവന് കഴിക്കാൻ വയ്യ. പഴയതുപോലെ ഇത്തിരി കളിക്കാൻ തുടങ്ങി അവൻ ഓക്കെയാണ്. പക്ഷെ എല്ലാവരും പറയും പോലെ എന്തെങ്കിലും തുണി വെച്ച് മൂടാനൊന്നും അവൻ അങ്ങനെ കിടക്കുകയൊന്നുമില്ല. അവൻ തറയിലും കിടക്കും, മെത്തയിലും കിടക്കും. ഞാൻ മെത്തേടെ അടുത്ത് കൊണ്ട് ശരണമേ ഗണേ അംബികേ ചരണപങ്കജമടിയനെപ്പോഴും തരണമേ എൻ്റെ ഭഗവതി. കൈതൊഴുവതൊന്നല്ലാതെ എൻ്റെ കയ്യിലൊന്നും നൽകുവാൻ